ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തന പഠനവും ധ്യാനവും മനനവും ജീവിതത്തിനും കാഴ്ചപ്പാടിനും ആത്മീക വളർച്ചയ്ക്കും അനുഗ്രഹദായകമാകട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ എപ്പിസോഡിൽ 27-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ ആമുഖമായിട്ട് സമർപ്പിക്കുകയാണ്. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, നിന്റെ ദാസനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. നിന്റെ മുഖം അന്വേഷിക്കുന്നു എന്ന് സാക്ഷിച്ച സങ്കീർത്തനക്കാരൻ തുടർന്ന് പറയുകയാണ്, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, നിന്റെ ദാസനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. യഹോവയുടെ മുഖം അന്വേഷിക്കുന്നവൻ, യഹോവയുടെ സമ്മുഖത്ത് നിന്ന് പ്രത്യാശയുടെ അനുരണനങ്ങൾ ഉൾക്കൊണ്ടവൻ, ആ ഭക്തൻ സാക്ഷിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അപ്പോൾ ആ മുഖം മറയ്ക്കാതിരിക്കണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും ഒരു അനുഭവം ആ മുഖത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പഴയ നിയമകാലത്ത് ദൈവത്തെ കാണുന്നവൻ മരിക്കണമെന്നുള്ളതായിരുന്നു പ്രമാണം. ദൈവത്തെ നേരിട്ട് കാണാൻ ആർക്കും സ്വാതന്ത്ര്യമില്ലായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്നത്. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, ദൈവമേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. പഴയ നിയമം എഴുതിയിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്. ആ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് അല്പം കൂടി ആഴമുണ്ട്. ദൈവമേ നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അതിൻ്റെ സ്ട്രെസ്സും പോസും ഇൻറ്റോണേഷനും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ നിലവിളിയാണ്. ഒരു കൊച്ചു കുഞ്ഞ് നിലവിളിക്കുന്നത് പോലെ. അപ്പച്ചാ പോകരുതേ, അമ്മച്ചി പോകരുതേ, ഫോൺ കട്ട് ചെയ്യരുതേ. കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നാട്ടിൽ വിട്ടിട്ട് മാതാപിതാക്കൾ വെളിയിൽ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുന്ന മാതാപിതാക്കൾക്ക്, അപ്പനും അമ്മയ്ക്കും അർദ്ധോക്തിയിൽ ആ ഫോൺ വിളി നിർത്തേണ്ടി വരും, വീഡിയോ കോൾ ഓഫ് ആക്കേണ്ടി വരും. കാരണം അവർ ജോലിയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടിട്ടുണ്ട്. പപ്പ പോകല്ലേ, മമ്മി പോകല്ലേ. അവർ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ, വെളിയിലോട്ട് പോകുമ്പോൾ പുറകേ നിന്ന് കുഞ്ഞുങ്ങൾ കരയും. പഴയൊരു പാട്ടുണ്ട്, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചൊരു പാട്ടാണ്. അച്ഛൻ യാത്രയ്ക്കൊരുങ്ങുമ്പോൾ കൊച്ചുമകൻ നിന്ന് ചൊല്ലുന്നു, പോകേണ്ട അച്ഛൻ പോകേണ്ട, പാവം കുട്ടൻ തനിച്ചാകും. അപ്പോൾ ഉടനെ അപ്പൻ പറയുന്നതായിട്ടാണ് പറയുന്നത്, കുട്ടന് വേണ്ടേ കുഞ്ഞുടുപ്പ്, കുട്ടന് വേണ്ടേ ഭക്ഷണങ്ങൾ. എന്ന് വെച്ചാൽ അപ്പം പോയില്ലെങ്കിൽ കുഞ്ഞിന് ഭക്ഷണം ആര് തരും, കുട്ടന് കുഞ്ഞുടുപ്പാര് തരും. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് വീണ്ടും ആ കൊച്ചു കുഞ്ഞ് പറയുന്നതായിട്ടാണ് ആ പാട്ടിലുള്ളത്. കുട്ടന് വേണ്ട കുഞ്ഞുടുപ്പ്, കുട്ടന് വേണ്ട കളിപ്പാട്ടം, അച്ഛനോട് അമ്മയോട് ഒത്തിരിക്കുമ്പോൾ കുട്ടന് വേണ്ട മറ്റൊന്നും. ഒരു കൊച്ചു കുഞ്ഞ് നിഷ്കളങ്കമായിട്ട് പറയുകയാണ്, കുട്ടൻ ഒരു പട്ടുടുപ്പും വേണ്ട, ഒരു കുഞ്ഞുടുപ്പും വേണ്ട, ഒരു കളിപ്പാട്ടവും വേണ്ട, അപ്പനോടും അമ്മയോടും ഒത്തിരിക്കുമ്പോൾ കുട്ടന് വേണ്ട മറ്റൊന്നും. കാരണം ചിലവിന് വേണ്ടി പോയേ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കൊച്ചു മകൻ നിഷ്കളങ്കതയോടെ പറയുകയാണ്, അപ്പനോടും അമ്മയോടും ഒത്തിരിക്കുമ്പോൾ കുട്ടന് വേണ്ട കുഞ്ഞുടുപ്പും കളിപ്പാട്ടവും മറ്റൊന്നും. അതിനൊരു വലിയൊരു നിഷ്കളങ്കതയുടെ അനുഭവമുണ്ട്, നൊമ്പരപ്പെടുത്തുന്ന അനുഭവമുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വന്നിട്ട് പോകുന്നവർ, അവർ കല്യാണം കഴിച്ചു, കുഞ്ഞുണ്ടായി കഴിഞ്ഞു, അവർ ജോലിക്ക് പോകുന്നു, പിന്നീട് നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു സീനെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. ഹൃദയം പൊട്ടിക്കരയും.
ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഉണർന്നിരിക്കുമ്പോൾ അവർക്ക് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ കവിളിലും ചെള്ളയിലും മുതുകിലും കയ്യിലും കാലിലുമൊക്കെ ഉമ്മ കൊടുത്ത് വിട്ടിട്ട് പോകുന്ന ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ യാത്രയയപ്പിൻ്റെ സന്ദർഭങ്ങൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു വലിയ ദുഃഖക്കാഴ്ചയാണ്. ഭാര്യ പൊട്ടിക്കരയുന്നു, അപ്പനും അമ്മയും പൊട്ടിക്കരയുന്നു, കൂട്ടുകാർ കരയുന്നു, കുഞ്ഞുങ്ങൾ കരയുന്നു. കാരണം അവരെ ഇപ്പോഴേ ഇനിയും കാണാൻ പറ്റുന്നില്ല. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ചോണം. ഇന്ന് വീഡിയോ കോൾ, IMO പോലെയുള്ള സംവിധാനങ്ങൾ, ഡിയോ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉണ്ട്, ഇൻസ്റ്റഗ്രാമുണ്ട്, ട്വിറ്ററുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഈ ഒരു വേർപാട് ഉൾക്കൊള്ളാൻ ഇന്നത്തെ സമൂഹത്തിന് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട്, ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് വെറും ലെറ്ററുകളിൽ കൂടി മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെന്തുമാത്രം നൊമ്പരങ്ങൾ അനുഭവിച്ചു. ഇനി ഫോണൊക്കെ കിട്ടി, ഒരു ലാൻഡ് ഫോൺ, അവിടെ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ ഭയങ്കര ചാർജാണ്. അവസാനം ജീവിത പങ്കാളിക്ക് ഒരു വാക്ക് പോലും പറയാൻ കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ആ അമ്മയ്ക്കൊരു വാക്ക് പോലും തൻ്റെ മോനോട് പറയാൻ അവസരം കിട്ടിയെന്ന് വരത്തില്ല. അന്യ വീട്ടിലൊക്കെ ആയിരിക്കും പോകുന്നത്, കോൾ ഇങ്ങോട്ട് വരുന്നത്. അവരുടെ കറുത്ത മുഖം കാണണം, ഇഷ്ടക്കേട് കാണണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അത് അനുഭവിച്ചിട്ടും വ്യസനിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഓർത്തോണം, ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ വേദവാക്യത്തെ നമ്മളത് ചിന്തിക്കണം. ദൈവമേ, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുത് എന്ന് വെച്ചാൽ അത്രമാത്രം ആഗ്രഹിക്കുന്ന, അത്രമാത്രം സർവേശ്വരനെ കാണാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ കരഞ്ഞു പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഹൃദ്യമായി പാടിയത്, മറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ, മറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. മരുഭൂവാമീഹത്തിൽ ഞാൻ അഭയാർത്തി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി, അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറയ്ക്കരുതേ. എത്ര ഹൃദ്യമായിട്ട് ആ പാട്ട് പാടുന്നേ. നമുക്കൊന്നുകൂടി ഒന്ന് പാടി നോക്കാം ആ പാട്ട്. മരുഭൂവാമീഹത്തിൽ ഞാൻ അഭയാർത്തി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി, അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറയ്ക്കരുതേ. മരുഭൂപ്രയാണത്തിന് തുല്യമായി മരുയാത്രയിൽ ഞാൻ കേവലം അഭയാർത്ഥിയാണ്. ദാഹത്തിന് കുടിക്കാൻ ജലമില്ല, അടുത്തൊരു തണലില്ല. എൻ്റെ പൊന്നു തമ്പുരാനെ, നിൻ്റെ മുഖം മറയ്ക്കരുതേ. യഹോവേ, നിൻ്റെ മുഖം മറയ്ക്കരുതേ എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ശിശുവിൻ്റെ എല്ലാ ലാഘവത്വമുണ്ട്. ഒരു ഭക്തൻ്റെ വലിയ പ്രതീക്ഷയുണ്ട്. അയ്യോ, ഒരു തണലുമില്ല, എൻ്റെ കുടിക്കാൻ വെള്ളമില്ല, എനിക്ക് വഴി അറിയത്തില്ല, എനിക്ക് വെളിച്ചമില്ല. ആ പാട്ടിൽ പിന്നെയും മറ്റു വരികളിൽ പറയുന്നതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നടക്കുന്ന മൃഗങ്ങൾക്ക്, കരയുന്ന കാക്കകൾക്കാഹാരം, നടക്കുന്ന മൃഗങ്ങൾക്കിരയും നീ, കൊടുക്കുന്ന നാഥനെ അറിവാനായി, ഹൃദയത്തെ തുറക്ക നിധിനം തോറും. അതെ, മറരുതേ മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നെ തള്ളരുതേ. ദൈവത്തിൻ്റെ സർവ്വശക്തിയെക്കുറിച്ച് ധ്യാനിക്കുന്നുണ്ട്. കാരണം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്, തിരുമുഖ ശോഭയുള്ള ദൈവമാണ്. എനിക്ക് വേറെ ഒരാശ്രയം എനിക്ക് മുമ്പിലുമില്ല. അതുകൊണ്ട് ദൈവമേ, നിൻ്റെ മുഖം മറയ്ക്കരുത്. നീ മുഖം മറച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള പേടിയുണ്ട്. സങ്കീർത്തനക്കാരൻ ഹൃദ്യമായിട്ട് പറയുന്നു, ദൈവമേ, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ഈ ലോകത്തിലെ മറ്റുള്ളവരൊക്കെ
മറച്ചോട്ടെ. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത്, നിന്റെ ദാസനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നിന്റെ ദാസനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. ഈ വാക്ക് കേൾക്കുന്ന ഓരോ വിശ്വാസിയും 27-ാം സങ്കീർത്തനം എടുത്ത് 9-ാം വാക്യം ഹൃദ്യമായിട്ട് എന്നോട് ചേർന്നൊന്ന് വായിച്ചു നോക്കിക്കേ. നിങ്ങൾ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലോ പ്രയാസത്തിലോ ആയിരുന്നു, നിരാശപ്പെട്ട് കടന്നു, നീ ഏത് മതത്തിലോ സമൂഹത്തിലോ ആയിരുന്നു, സർവശക്തനായ ദൈവത്തോട് ഹൃദ്യമായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. ആരും ആശ്രയമില്ലെങ്കിലും കരുതാനില്ലെങ്കിലും മറ്റുള്ളവരോട് നമുക്കിതൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്കാ നമുക്ക് മറുപടി തരാൻ പറ്റുന്നത്? ആർക്കാ നമ്മുടെ നൊമ്പരത്തിൽ പൂർണ്ണ ആശ്വാസം കണ്ടെത്താൻ പറ്റുന്നത്? അതുകൊണ്ട് ഹൃദ്യമായിട്ട് ചേർന്നൊരു പ്രാർത്ഥനയായിട്ട് തന്നെ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. എൻ്റെ ദൈവമേ, നിൻ്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ. ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നിൻ്റെ ദാസനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നിന്നെ കോപിപ്പിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ ചെയ്തു. പക്ഷേ കോപത്തോടെ നീ നീക്കിക്കളയരുത്. ദൈവമേ, നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ തുണ നീയാണ്. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുത്. എൻ്റെ രക്ഷയുടെ ദൈവമേ, നീ എന്നെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കുകയും അരുത്. തുടർന്ന് പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ആഴം ഒന്നുകൂടെ നോക്കിക്കോണം. ജന്മം തന്ന അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഈ അപ്പനും അമ്മയും ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിച്ചോണം. അതിവേദനയോടെ നമ്മളെ പ്രസവിച്ച അമ്മ, മുലപ്പാൽ തന്ന അമ്മ, ചോര നീരാക്കി നമ്മളെ വളർത്തിയ അപ്പൻ, നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അവസാനത്തോളം സ്വന്തം വസ്തു പണയപ്പെടുത്തി നമ്മളെ പഠിപ്പിക്കുന്ന അപ്പനും അമ്മയും, അവർ പട്ടിണി കിടന്നിട്ടും നമുക്ക് ഭക്ഷണം തന്ന അപ്പനും അമ്മയും, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ് നമ്മളെ വളർത്തിയ അപ്പനും അമ്മയും, ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും എൻ്റെ കുഞ്ഞ് നല്ല കുഞ്ഞാണ് എന്ന് പറഞ്ഞ് വളർത്തിയ അപ്പനും അമ്മയും, അവസാനം വരെ നെഞ്ചോട് ചേർക്കുന്ന അപ്പനും അമ്മയും, നമ്മളെത്ര താമസിച്ചു വന്നാലും നമ്മൾക്ക് വേണ്ടി ഭക്ഷണം കരുതി വെച്ച് കാത്തിരിക്കുന്ന അപ്പനും അമ്മയും, വഴിക്കണ്ണുകളുമായി ജനാലയിൽ വന്ന് നമ്മളുടെ വരവിന് വേണ്ടി നോക്കിയിരിക്കുന്ന അപ്പനും അമ്മയും, നമ്മൾ വന്നിട്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന അപ്പനും അമ്മയും, നമ്മൾ തെറിവാക്കുകൾ പറഞ്ഞാലും ശാപവാക്കുകൾ പറഞ്ഞാലും പുഞ്ചിരിക്കുന്ന അപ്പനും അമ്മയും, തങ്ങൾക്കുള്ളത് എത്ര തെറ്റുകളുള്ളവരാണെങ്കിലും സ്വന്തം കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് എങ്ങനെയും വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പനും അമ്മയും, നമ്മൾ ഈ ലോകത്തിൽ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും ശക്തരായ, അതിന് തുല്യപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ ബലമുള്ള അപ്പനും അമ്മയും, ആ അപ്പനും അമ്മയെക്കുറിച്ചുമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവേ നീ എന്നെ ചേർത്തുകൊള്ളു. അപ്പം നമ്മൾ ഈ ലോകത്തിൽ ആശ്രയം കണ്ടെത്തുന്ന അവസാനത്തെ ആ അനുഭവം, ആ നന്മയുടെ അനുഭവം പോലും നമ്മളെ കൈവിട്ടാലും എൻ്റെ യഹോവ എന്നെ ചേർത്തുകൊള്ളും, എൻ്റെ യഹോവ എന്നെ കരുതും, എനിക്ക് കൂട്ടം കാവലുമായി വർദ്ധിക്കും. അതെന്തോ ഒരു സാക്ഷ്യമാണെന്ന് ഓർത്തോണം. അപ്പോൾ ഓർത്തോണം, അവരെക്കാൾ ശക്തമായി നമ്മളെ കരുതുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവമേ ഉള്ളൂ. പലരുമുണ്ട്, പലരും പറയും എൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഞാൻ കല്യാണം കഴിക്കുന്നത് വരെ ഞാൻ അവർക്കെല്ലാമായിരുന്നു, കല്യാണം കഴിച്ചതോടെ അവരെന്നെ വെറുത്തു, വീതം വേണ്ടാന്ന് പറഞ്ഞിട്ടും വെറുത്തു, ഞാൻ കൊടുത്തത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് കെറിയിച്ചു, ഞാൻ സമ്പാദിച്ചത് സഹോദരങ്ങൾക്ക് കൊടുക്കാൻ നിർബന്ധിച്ചു, ഞാൻ കൊടുത്തു, പെങ്ങൾക്ക് കൊടുത്തു, എൻ്റെ വീതം ഞാൻ കുറച്ചേ വാങ്ങിച്ചുള്ളൂ, അത്രമാത്രം ഞാൻ എൻ്റെ അപ്പനെ അമ്മയൊക്കെ സ്നേഹിച്ചു എന്ന് പലരും പറയും. പക്ഷേ എൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം അവർ ചിന്തിച്ചിട്ടില്ല. എല്ലാവർക്കും കൊടുക്ക്, പെങ്ങൾക്ക് കൊടുക്ക്, മറ്റുള്ള മരുമോന് കൊടുക്ക്, അളിയന് കൊടുക്ക്, സഹോദരങ്ങൾക്ക് കൊടുക്ക്, നിൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഉണ്ടോ എന്ന് പലപ്പോഴും അവർ ചോദിച്ചിട്ടില്ല എന്ന് പരിതപിക്കുന്ന അനേകം സഹോദരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, നിങ്ങൾ അതേ ജീവിതത്തിലൂടെ കടന്നു പോയാലും ഒരു കാര്യം ആലോചിച്ചോളൂ.
സ്വന്തം അപ്പൻ പോലും അമ്മ പോലും ഉപേക്ഷിച്ചാലും കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നെങ്കിൽ, ദാവീദ് പ്രാർത്ഥനയായി പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രതീക്ഷയാണ്. ചിലപ്പോൾ അപ്പനും അമ്മയും ഉപേക്ഷിക്കുക എന്നുള്ളത് മരണത്തോടെ വേർപെട്ടു പോകുന്ന അവസ്ഥയായിരിക്കും. അവരും നമ്മളെ ഇട്ടിട്ട് പോകും. അസുഖങ്ങളിലൂടെ, ക്ഷീണാവസ്ഥയിലൂടെ, ഓർമ്മക്കേടിലൂടെ ഇട്ടുപോകാം, മനോക്ലേശങ്ങളിലൂടെ ഇട്ടിട്ട് പോകാം. അതിനപ്പുറം ദൈവത്തിനൊരു കരുതലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ ക്രൂശിത നായകനെ നീ എൻ ദൈവം. ആ ക്രൂശിലെ സ്നേഹം വലുതാണ്. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. അപ്പനും അമ്മയ്ക്കുമുള്ള ഹൃദയവിശാലതയെക്കാളും വലിയൊരു വിശാലതയിലേക്ക് സങ്കീർത്തനക്കാരൻ നമ്മളെ നയിക്കുന്നു. യഹോവേ, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. കള്ളസാക്ഷികളും ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്ത് നിൽക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കാതിരുന്നെങ്കിൽ കഷ്ടം. യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയ്ക്കായി കാത്തിരിക്കുക. 27-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ദാവീദൊരു വലിയ ഉപദേശമാണ് നൽകുന്നത്. അതുവരെ തൻ്റെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ പറഞ്ഞു. യഹോവയുടെ മനോഹരത്വം കാണണമെന്ന് പറഞ്ഞു. ശത്രുക്കളുടെ മേൽ തല ഉയരുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മുഖം ഞാൻ അന്വേഷിക്കുമെന്ന് പറഞ്ഞു. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും യഹോവ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, യഹോവേ, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ദൈവത്തിൻ്റെ വഴി പഠിപ്പിക്കാൻ ദൈവത്തിനെ പറ്റത്തുള്ളൂ. നമ്മളൊക്കെ പോകുന്ന ഒത്തിരി വഴികളുണ്ട്. ജീവിക്കാൻ ഓടുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. ജോലി കാര്യങ്ങൾ, സുരക്ഷിതത്വത്തിൻ്റെ മാർഗങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വഴിയുണ്ട്. തമ്പുരാനോട് പ്രാർത്ഥിച്ച് നമ്മൾ യാചിക്കണം, ദൈവമേ, നിൻ്റെ വഴി എന്നെ പഠിപ്പിക്കണം. ശത്രുക്കൾ നിമിത്തം നേരായ പാതയിൽ നടത്തണം. കാരണം ശത്രു നയിച്ചുകൊണ്ട് പോകുന്ന തെറ്റായ വഴിത്താരകളുണ്ട്. ദുർഘടപാതകൾ പോലും ദൈവമേ നിൻ്റെ വഴിയാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കണം. എൻ്റെ ശത്രുക്കൾ നിമിത്തം തെറ്റായ പാതയിൽ നിന്ന് എന്നെ നേരെയുള്ള പാതയിൽ നീ നയിക്കണം. അവരുടെ ഇഷ്ടത്തിനൊന്നും എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കള്ളസാക്ഷികളുണ്ട്, ക്രൂരത്വം വിശ്വസിക്കുന്നവരുണ്ട്. അവരെന്നോട് എതിർത്ത് നിൽക്കുന്നുവെന്ന് ദാവീദ് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ, കള്ളസാക്ഷികളാൽ നീ വരയുന്നുണ്ടോ? നിനക്കെതിരായി കോടതി വരാന്തകളിലും സ്റ്റേഷനുകളിലും സമൂഹത്തോടും കള്ളത്തരം പറയുന്നവരുണ്ടോ? നിനക്ക് മുൻപേ, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ദാവീദ് രാജാവ് പറഞ്ഞു, ദിവ്യഭക്തൻ പറഞ്ഞു, അവരെന്നോട് എതിർത്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവരോട് എതിർക്കാൻ പോയില്ല. എനിക്കതിന് സമയമില്ലായിരുന്നു. ക്രൂരത്വം വിശ്വസിക്കുന്നവരോട് ക്രൂരത്വം പറയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ക്രൂരത്വം വിശ്വസിക്കുന്ന അവസ്ഥയിൽ നിന്നും വിശ്വസ്തതയുടെ വിശ്വാസത്തിലേക്ക് പോകണം. വിശ്വാസമെന്ന് പറയുന്നത് വിശ്വസ്ത ശ്വാസമാണ്. ആ വിശുദ്ധിയുടെ ശ്വാസം നമ്മിലേക്ക് വരുമ്പോൾ ക്രൂരത്വത്തിൻ്റെ വ്യർത്ഥമായ നിശ്വാസമൊക്കെ മാറിപ്പോകും. ഇന്ന് പ്രതികാരത്തിൻ്റെ നിശ്വാസം നമ്മൾ പറയത്തില്ലേ, ഈ അണയ്ക്കുക എന്ന് പറയും. പ്രതികാരത്തോടുകൂടി ചോരയ്ക്ക് കൊതിക്കുന്ന ചില വന്യമൃഗങ്ങൾ നാക്ക് നീട്ടി കൊതിക്കുന്നത് പോലെ കടിച്ചു കീറാൻ കൊതിക്കുന്ന ചില ഐറ്റങ്ങളൊക്കെ ഉണ്ട്, ചില വ്യക്തിത്വങ്ങളുണ്ട്. അവർ നാക്ക് നീട്ടിയിരിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ മുമ്പ് പറഞ്ഞു, അവർ ബുഫിഷയോടെ അലറുന്ന സിംഹം പോലെ കേടി വരികയാണ്. നമ്മളെ ചിലതൊക്കെ പേടിപ്പെടുത്തുന്നുണ്ട്, ചില ഉറക്കം പോലും കളയുന്നുണ്ട്. ചിലരുടെ വാക്കുകളും അഭിപ്രായ പ്രകടനങ്ങളും എടുത്തുചാട്ടങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ ഒരു വേട്ടനായ തൻ്റെ നാക്ക് വെളിയിലോട്ടിട്ട് ശ്വസിക്കുന്നത് പോലെ, മണം പിടിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നീ പേടിക്കണ്ട.
അതുകൊണ്ട് തുടർന്ന് പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിക്കാതിരുന്നുവെങ്കിൽ കഷ്ടം. ജീവനുള്ളവരുടെ ദേശം എന്ന് പറയുന്നതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദേശം എന്നൊരർത്ഥമുണ്ട്. ഈ ലോകത്തിൽ തന്നെ എന്നുള്ള അർത്ഥവുമുണ്ട്. ജീവനുള്ളവരുടെ ദേശത്ത്, ഈ ലോകത്തിലും പരലോകത്തിലും ദൈവത്തിൻ്റെ നന്മ ഞാൻ കാണും. അത് വിശ്വസിക്കാതിരിക്കരുത്, കാണത്തില്ല എന്ന് ചിന്തിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ ലോകത്തിലെ എല്ലാം തീർന്നു. പിള്ളേരെ വളർത്തി, പെറുങ്ങണികളെ വളർത്തി, എല്ലാം നേടി, എല്ലാം പോയി, ഇനി എനിക്കൊന്നും കിട്ടാനില്ല. ഒരു ഡെസ്റ്റിനേഷൻ സിക്നെസ് ബാധിക്കരുത്. ഇനി ഒന്നും ചെയ്യാനില്ല, പ്രവർത്തിക്കാനില്ല, കിട്ടാനില്ല എന്ന് ചിന്തിക്കരുത്. നീ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും, അതനുഭവിക്കും. നേരിടുന്ന ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾക്കും ഒരു പ്രതിവിധിയുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റൊരിടത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നീ എന്നെ വേദനിപ്പിച്ച അനുഭവങ്ങൾക്ക് തക്കവണ്ണം ഈ ലോകത്തിലൊരു പ്രതിഫലം തരണം. ഈ ലോകത്തിൽ ഓർത്തോണം, നമ്മൾ തന്നെ ചിന്തിച്ചോണം, ആരെയൊക്കെ ചവിട്ടി അരച്ചിട്ടുണ്ടോ, ആരെയൊക്കെ സൈഡിടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അവരെയൊക്കെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് തന്നെ, ഈ ജീവനുള്ളവരുടെ ദേശത്ത് തന്നെ നന്മ അനുഭവിപ്പിച്ചിട്ടേ ദൈവം വെടിയിപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കണം. ദൈവം ഇതൊക്കെ തരുമ്പോൾ, കിരീടം ധരിപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മളുടെ ശിരസ് അതിന് പാകമാണോ എന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ അനുഭവങ്ങൾ സ്വീകരിച്ചു വയ്ക്കുവാൻ സ്ഥലമുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ ഓർത്തോണം, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ആദ്യം എല്ലാ സാധനങ്ങളും എടുത്തു വയ്ക്കത്തില്ല. മറിച്ച് വേക്കൻ്റായിട്ടുള്ള അലമാരികൾ, വേക്കൻ്റായിട്ടുള്ള സ്പേസുകൾ പണിഞ്ഞിടുകയാണ്. അതിലോട്ടാണ് പിന്നീട് സാധനങ്ങൾ അടുക്കിയടുക്കി വയ്ക്കുന്നത്. അലമാരകൾ കൊണ്ടുവയ്ക്കും, ഡിഷസുകൾ കൊണ്ടുവയ്ക്കും, സ്പേസുകൾ ക്രമീകരിക്കും, പിന്നീട് ലൈറ്റൊക്കെ ഇടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. എല്ലാം സൃഷ്ടിച്ചു വയ്ക്കുകയാണ്. ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. ആ സ്ട്രക്ചറിലാണ് പിന്നീട് എല്ലാം ചെയ്യുന്നത്. ആ സ്ട്രക്ചറിൻ്റെ പുറത്താണ് ഏറ്റവും പുറമേയുള്ള അലങ്കാരങ്ങൾ തൊട്ട്, സീലിങ്ങുകൾ തൊട്ട്, ലൈറ്റ് തൊട്ട് എല്ലാം വയ്ക്കുന്നത്. അതുകൊണ്ട് ജീവനുള്ളവരുടെ ദേശത്ത് നന്മ കിട്ടുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആദ്യം ആ നന്മ ഫിറ്റ് ചെയ്യുവാനുള്ള അനുഭവങ്ങളായിട്ട് നമ്മളെ മാറ്റണം. ഓരോന്നോരോന്നായിട്ട് പിന്നെ എടുത്തു വെച്ചാൽ മതി. നമ്മുടെയൊക്കെ ചിന്ത ദൈവം എല്ലാം തരട്ടെ, എന്നിട്ട് ഞാൻ സെറ്റാക്കാമെന്ന. വയ്ക്കാൻ സ്ഥലമില്ലാതെ ഗൃഹോപകരണങ്ങൾ, ഫർണിച്ചറുകൾ കിട്ടിയിട്ട് എന്താ കാര്യം? യൂട്ടൻസിൽസ് കിട്ടിയിട്ട് എന്താ കാര്യം? ആദ്യം അതിനുള്ള സ്ഥലം ക്രമീകരിക്കുക. ആ സ്ഥലം ക്രമീകരിക്കുന്ന അനുഭവമാണ് അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക, നന്മ ചെയ്യുക, ദൈവത്തോട് ചേരുക. അങ്ങനെയായിട്ട് നമ്മൾ കാത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ദൈവം തരുന്ന സമ്മാനങ്ങൾ സെറ്റ് ചെയ്യുവാനുള്ള ഒരു ഷോക്കേസെങ്കിലും ക്രമീകരിക്കണം. നമ്മളുടെയൊക്കെ വീടുകളിൽ ഷോക്കേസുകളിൽ അലങ്കാരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഫ്ലവർ വേസുകൾ വെച്ചിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതമാകുന്ന ഷോക്കേസുകളെ അലങ്കരിക്കേണ്ടത് ഭൗതികമായ അലങ്കാരങ്ങളല്ല, ദൈവം തന്ന ദാനങ്ങൾ ഓരോന്നും അവിടെ പ്രതിഷ്ഠിക്കണം. ദൈവം തന്ന ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ അത് ലോകം കാണണം. ഷോക്കേസുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. അതിലേറ്റവും ആകർഷകമായ കാര്യങ്ങളാണ് നമ്മുടെ ഷോക്കേസുകളിലുള്ളത്. അതുകൊണ്ട് എപ്പോഴും ചിന്തിച്ചോണം, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ വ്യക്തമായി പ്രദർശിപ്പിക്കുന്ന രീതിയിൽ വാക്കുകളും പ്രവൃത്തികളുമായി തീരണം. യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയ്ക്കായി കാത്തിരിക്കുക, യഹോവയ്ക്കായി കാത്തിരിക്കുക, അവൻ്റെ വരവിനായി കാത്തിരിക്കുക. യഹോവയ്ക്കായി നാം കാത്തിരിക്കണം, മറ്റുള്ളവരെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കണം. അതോടൊപ്പം തന്നെ യഹോവയുടെ കാത്തിരിപ്പ്, യഹോവയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നമ്മളുടെ രൂപാന്തരത്തിനും ഹേതുവായി തീരണം. കാത്തുകാത്തേകനായി നിൻ വരവോർത്തു ഞാൻ നാളെത്ര നീക്കിയൻ യേശുദേവ. കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നതല്ലോ.
കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നതല്ലോ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.